ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. ഇന്ന് ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് മാരി മൈ ഹസ്ബൻഡിൻ്റെ എപ്പിസോഡ് 9. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്തിട്ടാ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടി വേണം. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് കഥ കേൾക്കാം. ഫസ്റ്റ് എപ്പിസോഡിൽ എന്തായിരുന്നു, നമ്മുടെ പാക്മിൻ നമ്മുടെ ജീവൂനെ പ്രപ്പോസ് ചെയ്യുന്നത്. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ കാണാം, ഇവരെല്ലാവരും കൂടിയിട്ടിരുന്ന് സംസാരിക്കുകയാണ് ഒരു ടേബിളിന് ചുറ്റും ഇരുന്നിട്ട്. അപ്പം നമ്മുടെ പാക്മിൻ നമ്മുടെ ജീവൻ്റെ തോളത്തിങ്ങനെ കൈവയ്ക്കുമ്പോൾ നമ്മുടെ യോജി ഇങ്ങനെ നോക്കും. എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ് ക്യാങ് പറയുന്നുണ്ട്, നീ ഭയങ്കര ലക്കിയാണ് ജീവൂൺ. അപ്പം നമ്മുടെ ജങ്സുവിന് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പം ജങ്സുവിന് ചോദിക്കും പാക്മിനോട്, എങ്ങനെയാണ് നീ ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കിയത്? ഞാൻ ഭയങ്കര സർപ്രൈസായി, പ്രത്യേകിച്ച് ആ ഡ്രോൺ ഫയർ വർക്ക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാക്മിൻ എന്താ പറയുക, അവൾക്ക് ഇങ്ങനെ കണ്ണു കൊടുക്കാതെ എന്തൊക്കെയോ ഉരുണ്ട് കളിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് പാക്മിൻ പറയും, നിനക്കറിഞ്ഞൂടെ ഞാൻ ജീവോന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പം നമ്മുടെ ജീവോൺ പറയും, എനിക്കല്ലെങ്കിലും ഇത്രയും ഭയങ്കര പോഷ് ഇതൊന്നും വേണ്ട, ചെറിയൊരു പാർട്ടിയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. പാക്മിൻ ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റ് ഇത്രയും ഡെക്കറേഷൻ ഈ പ്രപ്പോസൽ എത്തിപ്പെട്ടേന്ന്. അപ്പോൾ അവനിരുന്ന് ഓഫീസിലിരുന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് ഓരോ ഡെക്കറേഷൻസ് ഇങ്ങനെ എത്ര പൈസ ഉണ്ടെന്നൊക്കെ. ഓരോരുത്തർക്കും ഭയങ്കര വില. അപ്പോൾ നമ്മുടെ യോജി പെട്ടെന്ന് ആ റൂമിലേക്ക് ഇങ്ങനെ കയറി വരും. എന്നിട്ട് ഇങ്ങനെ പറയും, നമ്മുടെ മിസ് ക്യാങ് ഉണ്ടല്ലോ, മിസ് ക്യാങ്ങിന് സെഷനായിട്ട് കമ്പനി ഒരു വില്ല കൊടുക്കും. അപ്പോൾ നമ്മുടെ പാക്മിൻ ഇങ്ങനെ യോജിനോട് പറയുന്നുണ്ട്, നമുക്കൊരു പാർട്ടി കണ്ടക്ട് ചെയ്താലോ, ബർത്ത്ഡേ പാർട്ടി ആയിട്ട്. ഒരു സർപ്രൈസും കൂടി ഉണ്ട് ആ പാർട്ടിയിൽ. എന്താണ്, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് പറയും, ഞാൻ ജീവനെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയും. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ പറയും, നീ അങ്ങോട്ട് ഹൃദയം തകർന്ന് അങ്ങോട്ട് ഇരിക്കടാ. എന്നിട്ട് പാക്മിൻ ചോദിക്കും, നീ എന്താണ് വരില്ലേ? യോജി പറയും, ഓഫ് കോഴ്സ് ഞാൻ വരും, ഞാൻ എന്നെ സഹായിക്കും കൂടി ചെയ്യാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ഇവരുടെ പാർട്ടി ഡിസ്കഷനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവോണും യോജി ഇങ്ങനെ കണ്ണും ഒക്കെ എന്തൊക്കെയോ കാണിക്കുന്ന എന്തൊക്കെയോ കോൺവെർസേഷൻ നടത്തുന്നുണ്ട് മുഖം കൊണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണാം, നമ്മുടെ ജീവോൺ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജങ്സു ഇങ്ങനെ വരുന്നുണ്ട്. ജങ്സു പറയും, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയും, നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ, പ്ലീസ് നമുക്ക് പഴയ പോലെ ഫ്രണ്ട്സ് ആവുമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ കുലുക്കും. ഇത് നമ്മുടെ ജീവോണ് പെട്ടെന്ന് ഫ്യൂച്ചർ ഓർമ്മ വരും. അപ്പോൾ ഇവള് പെട്ടെന്ന് ജീവോൺ കൈ എടുത്തിട്ട് പറയും, എനിക്ക് നിന്നെ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ മനസ്സിലാക്കും വേണ്ട. ഇത് നമ്മുടെ ജീവോണ് പെട്ടെന്ന് ഫ്യൂച്ചർ ഓർമ്മ വരും. അപ്പോൾ ഇവള് പെട്ടെന്ന് ജീവോൺ കൈ എടുത്തിട്ട് പറയും, എനിക്ക് നിന്നെ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ മനസ്സിലാക്കും വേണ്ട. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജീവൻ അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ജങ്സും ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് അവൾ എന്ത് ചെയ്യും, കാരണം എൻ്റെ തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്, ഒരു വെള്ളം. അപ്പോൾ അതിൻ്റെ ആ നിൽക്കണ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ അവൾ പറയും, നിനക്കറിഞ്ഞൂടെ എനിക്ക് നീന്താൻ അറിയില്ല എന്ന്. എന്നിട്ട് ഈ ദുഷ്ടത്തി എന്ത് ചെയ്യും, എടുത്ത് ചാടും. പിന്നത്തെ സീനിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ഓടി ചെന്നിട്ട് ഇവളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അപ്പോഴാണ് ഇവളെന്ത് രാക്ഷസയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇവളിങ്ങനെ ഒറ്റ കണ്ണു തുറക്കലാണ് നമ്മുടെ ജങ്സു. എന്നിട്ട് നമ്മുടെ ജീവൻ അങ്ങോട്ട് വിടുന്നില്ല, ഇവളങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി അവളെ കൊല്ലാൻ നോക്കുമായിരുന്നു. ഇതെല്ലാം നമ്മുടെ യൂജി കാണുന്നുണ്ടായിരുന്നു. യൂജി എന്ത് ചെയ്യും, പെട്ടെന്ന് ഇവർ രണ്ടുപേരെയും കാണുന്നുണ്ടാകുമ്പോൾ ഓടി ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോഴേക്കും നമ്മുടെ ജീവോണും ജങ്സും കരയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ യൂജി അവൻ്റെ കോട്ടൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അടുത്ത സീനിൽ കാണാം, ഇവരെല്ലാവരും ഒരു റൂമിൽ എന്തോ ഒരു ഹോട്ടലിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, അവിടെ അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ മുടി ഇങ്ങനെ തോർത്തിയിട്ട് നടന്നിങ്ങനെ വരുമായിരിക്കും. അപ്പോൾ നമ്മുടെ പാക്മിൻ എന്ത് ചെയ്യും, ഇവളിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി ഒരു ഇത് കാണിക്കുമ്പോൾ അവളിങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സുന്ദരിപ്പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാണെങ്കിൽ ഇത് ഭയങ്കര മോശമായി പോയിട്ടോ, എന്ത് വേണമെങ്കിലും സംഭവിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ പാക്മിൻ നൈസായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അവളെടുത്ത് ചാടിയതൊന്നും അല്ലേ. അപ്പോൾ നമ്മുടെ ജീവൻ അവനൊരു നോട്ടം നോക്കിയിട്ട് പറയും, അല്ല, അവൾ സ്ലിപ്പായതാ, എനിക്ക് തോന്നുന്നു അവൾ നല്ലപോലെ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ക്യാങ് അടുത്ത് വന്ന് നിന്നിട്ട് പറയും, എന്താണെങ്കിലും ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ ജങ്സൺ എന്നോട് ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കണം. അപ്പം നമ്മുടെ യൂജി എന്ത് ചെയ്യും, ബാക്കിൽ ഇങ്ങനെ വരുന്നത് കാണാം. അവൻ എന്ത് ചെയ്യും, ഇവളുടെ അടുത്ത് നമ്മളുടെ കയ്യിലൊരു ബിയർ ഉണ്ടായിരുന്നു, തണുത്ത ബിയർ. അപ്പോൾ അവൻ അതിങ്ങനെ മാറ്റിയിട്ട് ബാക്കിൽ നിന്ന് നമ്മളുടെ കയ്യിൽ ചൂട് കാപ്പി കൊടുത്തിട്ട് പറയും, നീ ഇതാണ് ഇപ്പോൾ കുടിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ പാക്കിന് അസൂയ വരും. അവൻ ശരിയാണ്, നീ ഇത് കുടിക്കേണ്ടത് എന്ത് ചെയ്യും, അവളുടെ ബോഡി കാലിങ്ങനെ ഓപ്പൺ ആയിരുന്നു, അത് കവർ ചെയ്ത് കൊടുക്കും. സുന്ദരിക്കുട്ടി ഇങ്ങനെ പറയും, എന്താണെങ്കിലും പ്രപ്പോസൽ കിടക്കിട്ടോ. നമ്മുടെ പാക്മിൻ എന്ത് ചെയ്യും, നമ്മുടെ ജീവോണ്ട് ഇങ്ങനെ തോളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ താങ്ക്സ് പറയും. അപ്പോൾ ഇത് നമ്മുടെ യൂജി ബാക്കിൽ നിന്ന് കാണുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ യൂജി പറയും, നമുക്ക് ക്ലീനപ്പ് ചെയ്താലോ ഇവിടെ എല്ലാം. നമ്മുടെ സുന്ദരിപ്പണി പറയും, നമ്മളിപ്പോൾ വർത്താനം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് ഇന്ന് രാത്രി മുഴുവനും കുടിച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് നല്ലപോലെ എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാങ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകും, നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരിപ്പെണ്ണിനെ കൊണ്ടുപോകും.
പാക്മീൻ പറയും നമുക്കും പോയാലോ ജീവൻ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നീ പൊക്കോ, ഞാൻ ഈ കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറയും. നമ്മുടെ യൂജിയും പോകട്ടോ. അപ്പോൾ ജീവോൺ ഇരുന്ന് അങ്ങനെ ആലോചിക്കുകയാണ്, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് കാണും. അപ്പോൾ പാക്മീൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ എത്തുമ്പോൾ പെട്ടെന്ന് ഒരാൾ കിടന്നുറങ്ങണം. ആരാണ്? നമ്മുടെ ജങ്സു. അപ്പോൾ അവൻ ചോദിക്കും നിനക്കെന്താ ഇവിടെ കാര്യം? നോക്കുമ്പോൾ അവൾ പറയും നീ ഇവിടെ കിടക്കുന്നു പറയാം. അപ്പോൾ പാക്മീൻ പറയും ഞാനിന്ന് അവളെ പ്രപ്പോസ് ചെയ്തതാണ്, പിന്നെ ജീവൻ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട്. അപ്പോൾ നമ്മുടെ ജങ്സ് പറയും അതാണ് അതിൻ്റെ ഒരു ത്രില്ല് മോനെ. എന്നിട്ട് അവൾ ചോദിക്കും നിനക്ക് ആ ത്രില്ല് വേണ്ടേ? അപ്പോൾ അവൻ ചോദിക്കും നീ കുടിച്ചിട്ടുണ്ടോ? നീ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന്. അപ്പോൾ അവൾ പറയും അതെ, കാരണം ജീവോൺ എനിക്ക് വേണ്ടി വെള്ളത്തിലെടുത്ത് ചാടി. എന്നിട്ട് അവളിങ്ങനെ എണ്ണീറ്റിട്ട് മുടിയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടിട്ട് പറയും ഇനി നിൻ്റെ ടേണാണ് എന്നെ ഹാപ്പി ആക്കേണ്ടത്. ചെക്കനെ പ്രൊവോക്ക് ചെയ്യാണ് കേട്ടോ. അവളിങ്ങനെ കൈ കാണിക്കും. പിന്നെ പാക്മിൻ്റെ സംഭവം നമുക്ക് ഊഹിക്കാമല്ലോ. സീനിൽ കാണാൻ നമ്മുടെ യൂജി നമ്മുടെ ജീവോൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ആരെയോ ഓക്കെ എന്ന് ചോദിക്കും. എന്നിട്ട് കാണാം അവർ രണ്ടുപേരും ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജീവോൺ ഇങ്ങനെ പറയും അവൾ ശരിക്കും എടുത്ത് ചാടിയതാണ്, അല്ലാണ്ട് സ്ലിപ്പായതല്ല. ഇതിൽ കാണാം നമ്മുടെ പാക്മീനും ജങ്സും കൂടിയിട്ട് കുറച്ച് ജിങ്കലാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത് നമ്മുടെ ജീവൻ പറയുന്നത്. അപ്പോൾ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അവൾ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ ഒരു കാര്യം ഭയങ്കര ഈസിയാണ്, ഇവർ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുന്നു. പക്ഷേ അത് ഇത്ര ഈസി അല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്നിട്ട് അവൾ അവനോട് പറയും ശരിക്കും പറഞ്ഞാൽ അവൾ എന്നെ കൈപിടിച്ച് വലിക്കുകയായിരുന്നു, ആഴങ്ങളിലേക്ക് അവൾ ശരിക്കും എന്നെ കൈപിടിച്ച് വലിച്ചു. പക്ഷേ ഏറ്റവും പേടിപ്പെടുത്തുന്നത് വെച്ചാൽ ആ സമയത്ത് അവൾ ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മരിക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. അവൾക്കതൊന്നും ബോധറായിരുന്നില്ല അവൾ മരിക്കാൻ പോകാമെന്നുള്ള കാര്യം. അവൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവളുടെ കൂടെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ല. പേടിച്ചിട്ടൊരു ഷോക്കിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ യൂജി പെട്ടെന്ന് അവളുടെ കൈ ഇങ്ങനെ പിടിക്കും. എന്ന് ഒരാൾ തന്നെ ശബ്ദം കേൾക്കും. അപ്പോൾ അതാരാണ്? നമ്മുടെ സുന്ദരിപ്പെണ്ണ് കേട്ടോ. ആളിങ്ങനെ ഉറക്കത്തിൽ എന്തോ എടുക്കാൻ വേണ്ടി നടക്കുവാണ്. അപ്പോൾ ആ സമയം പിന്നെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ കാണുന്നില്ല. അപ്പോൾ എന്താണ് ഇവർ ഒളിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. പക്ഷേ ഒളിച്ചിരിക്കുമ്പോൾ പറയുന്നത് ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഒളിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒളിക്കാൻ വേണ്ടി കെട്ടിപ്പിടിച്ചതാണ് കേട്ടോ. എന്നിട്ട് അവൾ പോയി കഴിയുമ്പോൾ നമ്മുടെ യൂജി പറയും എനിക്ക് നിനക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ടെന്ന് പറയും. സീനിൽ കാണാൻ ഒരു നീണ്ടൊരു വാട്ടർ ബോഡി, ഒരു നദി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ബോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂജിയും ജീവനും ഇരിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി സീനറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂജി ഇങ്ങനെ പറയും എനിക്ക് എപ്പോഴൊക്കെ ഒരു ഉറപ്പില്ലായ്മ തോന്നാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ ഒക്കെ ഞാനിവിടെ വരും. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സങ്ങനെ ശാന്തമാക്കും. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇവിടെ നമ്മുടെ ജീവൻ്റെ ഹെയർ ക്ലിപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മുടെ യൂജി ഇങ്ങനെ പറയും ആക്ച്വലി ഫ്യൂച്ചറിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കുറച്ചെങ്കിലും അറിയാം. നീ ഒട്ടും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നീ തന്നെ 26 കൊല്ലമായിട്ടുള്ള നിൻ്റെ ഫ്രണ്ടിൻ്റെ തനി സ്വരൂപം മനസ്സിലാക്കിയില്ലേ? എന്നിട്ട് അവൻ പറയും ഇപ്പോൾ സുമിൻ നിൻ്റെ ഇത്രയും ഒരു മോശമായ സ്വഭാവം അവളുടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾക്കറിയാം നീ അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാർഗറ്റ് അല്ല എന്ന്. പിന്നെ കാണാം സൂര്യൻ ഇങ്ങനെ ചക്രവാളത്തിലേന്ന് വേണ്ട സാഹിത്യം വേണ്ട അല്ലേ, സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ യൂജി പറയും ഞാൻ നിനക്ക് ജെനുവിനായിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണു. അവർ രണ്ടുപേരും ചിയേഴ്സ് അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ, ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ആണ്. പിന്നെ നമ്മുടെ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്, ഓഫീസാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവൻ ഇങ്ങനെ നടന്നു വരും. അങ്ങനെ അവൾ ലിഫ്റ്റിൽ ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ അവൾ മുടിയൊക്കെ ഇങ്ങനെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ഈ പ്രപ്പോസ് ചെയ്ത റിങ് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളിങ്ങനെ പറയും ഞാൻ എൻഗേജ്ഡ് ആയിട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഓ ഇത്രയും വലിയ ക്യാരറ്റ് ഡയമണ്ട് വെച്ച് അവൻ പ്രപ്പോസ് ചെയ്തോ, ഓ നീ ഭയങ്കര ലക്കിയാണല്ലോ. നമ്മുടെ യൂജി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജീവൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ അവൻ അടിപൊളിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നത്തെ സീനിൽ കാണാം ഇവർ ലിഫ്റ്റിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ യൂജി തൊട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട് ജീവൻ്റെ. അപ്പോൾ ഏതോ ഒരു ഫ്ലോർ എത്തിയപ്പോൾ കുറേ ആളുകൾ കയറിയപ്പോൾ നമ്മുടെ ജീവൻ പെട്ടെന്ന് ഇവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവൻ്റെ രണ്ടുപേരുടെ കൈകൾ തമ്മിലൊന്ന് മുട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് എന്താ പറയുക തലേ ദിവസം ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക ഇവർ തമ്മിലിങ്ങനെ പിടിക്കും പിടിക്കില്ല, പക്ഷെ കൈ പിടിച്ചില്ല കേട്ടോ അറ്റ് ലാസ്റ്റ്. അടുത്തതായി ഇവർ രണ്ടുപേരും മേലയിൽ ചെന്നിരുന്ന് സംസാരിക്കണം. അപ്പോൾ യൂജി ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാ എല്ലാവരോടും പറയുന്നത്, നീ എന്താണെങ്കിലും ഇത് ഈ എൻഗേജ്മെൻറ്റ് വേണ്ടാന്ന് വെക്കാൻ പോവല്ലേ. അപ്പോൾ അവൾ പറയും അതുകൊണ്ടാണ് ഞാനിതെല്ലാവരോടും പറയുന്നത്, കാരണം ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു അടി തന്നെയായിരിക്കും. നമ്മുടെ ജീവൻ ചോദിക്കും നിനക്ക് എന്താ ഈ വീക്കെൻഡ് പരിപാടി, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിക്ക് വരുമോ എന്ന് ചോദിക്കും. എന്നിട്ട് അവൾ പറയും ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ അവന് നല്ലൊരു അടിപൊളി പണി കൊടുക്കാനുണ്ട്. അപ്പോൾ അവൻ പറയും അയ്യോ അത് കഷ്ടമായി പോയല്ലോ, എനിക്ക് ജപ്പാനിക്കൊരു ട്രിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയും മിസ്സാക്കി മോനെ നീയേ. പിന്നെ കാണാം നമ്മുടെ പാക്മിൻ ഒരു കോഫി ആയിട്ട് വന്നിട്ട് ജങ്സുന് കൊടുത്തിട്ട് പറയും ഈ വീക്കെൻഡാണ് അമ്മേനെ മീറ്റ് ചെയ്യാൻ പോണത്, അമ്മയ്ക്കൊരു കുക്കിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവള് പറയും നീ നല്ലത് ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി വാങ്ങി തായോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പാക്മിൻ അവളുടെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഓ നീക്ക് ഭയങ്കര കൊതിയാണല്ലോ പെണ്ണേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആര് വരും. അപ്പോൾ ക്യാങ് ആണ് വരുന്നത്. അപ്പോൾ ക്യാങ്ങിന് പറയും ഞങ്ങൾ വീണ്ടും സർപ്രൈസ് പ്ലാൻ ചെയ്യാണോ എന്നൊക്കെ ഇങ്ങനെ പറയും. സുന്ദരിപ്പെണ്ണ് ചോദിക്കും ഫാമിലി മീറ്റിങ്ങിൽ നീ ഇനി എന്തെങ്കിലും വേറെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ നടന്നു വന്നിട്ട് പറയും ഓഫ് ഞാൻ ഇങ്ങനൊരു സൈഡ് ഇവനുണ്ടെന്ന് വിചാരിച്ചേ
ഇല്ല. ഇപ്പം എനിക്ക് നിന്നെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് വളരെ വലുതാണ്. അപ്പം പാക്മിൻ ഇങ്ങനെ ചളിഞ്ഞ മുഖത്തോട് ചോദിക്കും, എന്ത് എക്സ്പെക്റ്റേഷനാണ് നീ ഉദ്ദേശിക്കുന്നത്? അപ്പം സുന്ദരി പെണ്ണ് പറയും, നല്ല ആണെന്ന് പറയുന്നത് ഫാമിലീനെ മീറ്റ് ചെയ്യണ മുമ്പ് നമ്മുടെ പെണ്ണിന് നല്ല അടിപൊളി ഷൂസും ബാഗ്സും ഒക്കെ വാങ്ങി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സുന്ദരി പെണ്ണ് പറയും, ആക്ച്വലി ഷൂസ് ശരിക്കും ബെസ്റ്റ് ഫ്രണ്ടാണ് വാങ്ങിക്കൊടുക്കേണ്ടത്, ബാക്കിയൊക്കെ ചെക്കൻ്റെ കടമയാണ് വാങ്ങിക്കൊടുക്കാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജങ്സൂന് ഇങ്ങനെ ചളിഞ്ഞ മുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കാണാം നമ്മുടെ ജീവൻ്റെ വീടാണ്. അവളാണെങ്കിൽ ലിസ്റ്റഡ് ആണ് എന്തൊക്കെ സാധനങ്ങൾ OLX അവിടുത്തെ OLX വിൽക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ആരോ കോളിംഗ് ബെല്ലടിക്കും. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ ജങ്സു. ഇതിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് ബർത്ത്ഡേ പ്രസൻറ്റ് കൊടുക്കാനാണ്. എന്താണ് പ്രസൻറ്റ്? കളർ ഹൈ ഹീൽഡ് ഷൂ. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ ഫ്യൂച്ചർ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അന്ന് ഇവള് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വയ്യാണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ പുറത്തൊരു ഹൈ ഹീൽഡ് ചെരുപ്പ് കാണും. അത് സെയിം ചെരുപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജങ്സു ഇവളോട് ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് നീ ഇത് വാങ്ങിത്തരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ജീവനാണ് അത് ഇവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജങ്സു ഇവൾക്ക് ആ ഷൂ വാങ്ങി കൊടുക്കുവാണ്. എന്നിട്ട് അവൾ ആ ചെരുപ്പ് സൈഡിൽ വെച്ചിട്ട് പറയും, ആക്ച്വലി എനിക്ക് വെഡ്ഡിങ് പ്രസൻ്റ് ആയിട്ട് ഒരു സാധനം കൂടി തരണം. നീ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോലെ നിനക്കാണെങ്കിൽ കുക്ക് ചെയ്യാനും അറിയില്ല. അവൾ പറയും, ഈ സൺഡേ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ യുഹാൻ്റെ കുക്കിംഗ് ക്ലാസ് ഉണ്ട്, ഞാൻ അതിന് പേ ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോയാലോ? അപ്പോഴാണ് നമ്മുടെ ജീവന് വീണ്ടും ഓർമ്മ വരുന്നത്, ഫ്യൂച്ചറിൽ ഇവളുടെ മദർ ഇൻ ലോ ഉണ്ടല്ലോ, പാക്മിൻ്റെ അമ്മ ഭയങ്കര ദുഷ്ടത്തെയായിരുന്നു. അന്ന് ഒരു എന്താ പറയുക, ഈ സ്ത്രീ ഒരു കുക്കിംഗ് ക്ലാസ്, യുഹാൻ്റെ കുക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവളെ ഭയങ്കര ടോർച്ചർ ചെയ്തിരുന്നു. അപ്പം നമ്മുടെ ജീവൻ അങ്ങനെ ആലോചിക്കും, ഓ ഇത് ഇവൻ്റെ അമ്മ അറ്റൻഡ് ചെയ്തിരുന്ന ക്ലാസ് ആണല്ലേ. അപ്പോൾ ജങ്സ് ചോദിക്കും, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? അപ്പോൾ അവൾ പറയും, ഇല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, താങ്ക് യു മോളെ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ജങ്സു, ജീവൻ സോറി ഉണ്ട് കേട്ടോ. എന്നിട്ട് അയ്യോ കണ്ണീര് പൂങ്കണ്ണീരിന്ന് അങ്ങനെ പൊട്ടിയൊക്കെ വരുന്നുണ്ട്. എന്താ അഭിനയമാണ് ദൈവമേ. പറയും, ഈ പ്രാവശ്യം പിന്നെ എന്നെ ഞാൻ നിരാശപ്പെടുത്തൂല, ഞാൻ ശരിക്കും എൻ്റെ അതർ ഹാഫ് ആവാൻ പോവാണ്, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ, ബെസ്റ്റ് ആളല്ലേ. ഇവണിങ്ങനെ തലൊക്കെ കുലിക്കുന്നുണ്ട്. പിന്നെ കാണാം ജീവൻ ആ പേറോ ചെരുപ്പുണ്ടല്ലോ അതങ്ങനെ എടുത്തിങ്ങനെ നോക്കും. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ ജീവൻ അങ്ങനെ ഒരുപാട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരയുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ പറയും, ഈ തെറ്റായ മനുഷ്യർ എന്താ പറയുക, ഇപ്പോഴും അത് എന്നെ തൂങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരിത് മുമ്പേ വിട്ടിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ റിവെഞ്ച് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവൾ സന്തോഷിച്ച് കരയുന്നു. രണ്ടും കൂടിയുള്ള ഒരു മിക്സ് വികാരത്തിൽ ചിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണാം നമ്മുടെ ജീവോണും ജങ്സും കൂടിയിട്ട് കുക്കിംഗ് ക്ലാസ് ഇങ്ങനെ വരുവാണ്. അപ്പോൾ റിസപ്ഷനിൽ നിന്നിട്ട് ഒരു അമ്മച്ചിരുന്ന് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഞാൻ പാക്കിംഗ് ഫീസ് കൊല്ലങ്ങളായിട്ട് ഞാൻ ഇവിടെ വരുന്നതാണ്, ഞാനെന്തിനാ പാക്കിംഗ് ഫീസ് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ആരാണ്? നമ്മുടെ പാക്മിൻ്റെ അമ്മ. അപ്പോൾ നമ്മുടെ റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്, മാം നിങ്ങൾ 6 മണിക്കൂർ പാർക്ക് ചെയ്തു, ആകെ 2 മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളൂ, മാം എന്താണെങ്കിലും പേ ചെയ്തെന്ന് പറയും. പക്ഷേ ഈ അമ്മച്ചി ഇരുന്ന് ആർഗ്യൂ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് കാണാം നമ്മുടെ അമ്മച്ചി ഇങ്ങനെ നടന്നു വരുവാണ് കുക്കിംഗ് ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മുടെ ജീവൻ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറയും, ഇതെൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അവളുടെ ബാഗ് എടുത്തിട്ട് എറിയും. അപ്പോൾ ഇവിടെ ചോദിക്കും, ഇതെല്ലാവരും പൈസ കൊടുക്കുന്നതല്ലേ, ഇതെന്തിനാണ് റിസർവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, എനിക്ക് നല്ല പ്രായമുണ്ട്, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി മോളെ എന്ന് പറയും. എന്നിട്ട് അവളങ്ങനെ തള്ളി വിടുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിലോ നമ്മുടെ ജീവനും അമ്മായിയും ഇങ്ങനെ ഓപ്പോസിറ്റ് നേർക്ക് നേർ യുദ്ധത്തിന് നിൽക്കുവാണ്. ജീവനൊന്ന് ചിരിച്ച് വിടുന്നുണ്ട്. അടുത്ത സീനിൽ ഓഫീസാണ് കാണിക്കുന്നത്. മിസ് കാങ് ഇങ്ങനെ കാര്യമായിട്ട് അവരുടെ പ്രൊജക്റ്റിനെ പറ്റിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പാവം കേട്ടോ, നമ്മുടെ കാങ് ഭയങ്കര കഷ്ടപ്പെടുവാണ്. അപ്പോൾ പെട്ടെന്ന് കോൾ വരും, അത് അവളുടെ മോളായിരിക്കും. അപ്പോൾ മോള് പറയും, അമ്മ എനിക്ക് ഒരുപാട് വിശക്കുന്നു. അപ്പോൾ അച്ഛനോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ബിസിയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ കാങ് ചോദിക്കും, നിൻ്റെ അച്ഛൻ അത് എത്ര ബിസി, വീട്ടിലില്ലേന്ന് ചോദിക്കും. പിന്നത്തെ സീനിൽ കാണാം കാങ് പെട്ടെന്ന് ധൃതിയിൽ ഓഫീസിന് പുറത്തേക്ക് പോകുന്നതാണ്. എന്നിട്ട് ഒരു ക്യാബ് വിളിച്ചിട്ട് അവൾ കയറിപ്പോവും. അപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പെട്ടെന്നൊന്ന് പോകാൻ പറ്റും, എൻ്റെ മോൾ ഒറ്റയ്ക്കാണെന്ന് പറയും. വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കുട്ടീനെ. പാവം കൊച്ചിട്ടോ, ഇത്ര കുഞ്ഞു കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കില്ല, അതാണെങ്കിൽ കരയുന്നുമുണ്ട്. അപ്പോൾ സൈഡിൽ ഒരു ബൈക്കാരൻ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അതാരാണ്? നമ്മുടെ അപ്പൂപ്പൻ്റെ മാനേജർ. അപ്പോൾ ഇവിടെ ചോദിക്കാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. അടുത്ത സീനിൽ ഇവർ ബൈക്കിൽ പോകുന്നതാണ് കാണുന്നത്. എന്നിട്ട് നമ്മുടെ ക്യാങ് പെട്ടെന്ന് വീട്ടിലെത്തുമ്പോൾ അച്ഛനുണ്ട് കേട്ടോ. അച്ഛൻ നൂഡിൽസ് കൊച്ചിന് കൊടുക്കുവാണ്. അപ്പോൾ വീട്ടിൽ ചോദിക്കും, നിങ്ങൾ ഈ വീക്കെൻഡിൽ എവിടേക്കാണ് പോയി ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ചോദിക്കും, ഈ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണോ കുട്ടിക്ക് കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ക്യാങ്ങിന് ഭയങ്കരമായിട്ട് വയറുവേദന വരുന്നത്. പിന്നെ അടുത്തതിൽ നമ്മുടെ ക്ലാസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ കട്ടിങ്ങൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജങ്സുവിന് നമ്മുടെ അമ്മച്ചി ഇങ്ങനെ കുറേ പൊക്കി പറയുന്നുണ്ട്. നമ്മുടെ ജീവനാണെങ്കിലോ മനഃപൂർവ്വം ഇങ്ങനെ പതുക്കെ ക്യാരറ്റ് അരിയും കേട്ടോ. അപ്പോൾ അമ്മച്ചി പറയുന്നുണ്ട്, ഇവളെ നോക്ക്, ഇവളെങ്ങനെയാണ് ഒരു ഫാമിലീനെ ഫീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവൻ പറയും, എൻ്റെ ബോയ് ഫ്രണ്ടിന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അവൻ അതൊക്കെ ചെയ്തോളും. അമ്മച്ചി പറയും, പണ്ടൊക്കെ ആണുങ്ങൾ അടുക്കളയിൽ പോലും കയറ്റില്ല എന്ന് പറയും. അപ്പോൾ അവൾ പറയും, ഉണ്ട്, ഇതിപ്പോൾ ഇന്ന്
നമ്മുടെ അമ്മച്ചി പറഞ്ഞിട്ട് ഏത് വീട്ടിലേക്കാണാവോ അവൾ കല്യാണം കഴിച്ച് പോണത്. പിന്നെ അടുത്ത സീനിൽ കാണാം ഇങ്ങനെ ഫൈനൽ പ്രസൻറ്റേഷൻ നമ്മുടെ ജീവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെഫ് ഇവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ജങ്സൂനും ഇഷ്ടപ്പെടുന്നില്ല, അമ്മച്ചിക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൾ ഭയങ്കര മോശമാണ് കുക്കിങ്ങിൽ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇവളുടെ അമ്മായിമ്മ ഉണ്ടല്ലോ കുറേ ഇവളെ കൊണ്ട് പണിയെടുക്കുമ്പോൾ ആ ഒരു കഴിവ് അവൾക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇവളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് താങ്ക് യു അമ്മച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കാണാൻ ലുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, കഴിക്കാൻ പറ്റണം എന്നൊക്കെ പറയാം. ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ നല്ല അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ജങ്സിന് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജങ്സ് ചോദിക്കും നീ എപ്പോഴാണ് അത് പഠിച്ചെന്ന് നോക്കുമ്പോൾ അവൾ പറയും ഞാൻ പഠിച്ചതൊന്നുമല്ല, അതങ്ങനെ വന്നു. പിന്നെ എൻ്റെ അച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ നമ്മുടെ ജങ്സ് പറയും ഓക്കെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ പാക്മിൻ എങ്ങനെ വരും. അപ്പോൾ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജുയ്ബോൺ പറയും ഇവൻ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവാണ്, ഫാമിലി ഡിന്നറിന് പോവല്ലേ, അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ വാങ്ങിത്തരാമെന്ന് പറയും. പാക്മിനാണെങ്കിൽ ഇവർ രണ്ടുപേരെയും കണ്ടിട്ട് ഇങ്ങനെ പ്ലിങ് പോലെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ജീവനാണെങ്കിലോ ഇവളുടെ കൈയൊക്കെ പിടിച്ചിട്ട് ബേബി നമ്മൾ എന്നും ഫാമിലിനെ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അസൂയപ്പെടുത്തുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ജങ്സ് പറയും ഓക്കെ ഞാനെങ്കിലും പോവാം, ഞാൻ നെക്സ്റ്റ് ടൈം നിനക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ്സൊക്കെ വാങ്ങിത്തരാം, എൻ്റെ ജീവൻ രക്ഷിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവൻ പറയും അപ്പോൾ ഇത് നമ്മുടെ ഡേറ്റായി പാക്മിൻ എന്നൊക്കെ പറയും. പാക്മിൻ ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക ഒരു ഞാൻ പറയേ ചളിഞ്ഞ ഫീൽ തന്നെയാണ്. ദുഷ്ടത്തിൽ ജങ്സ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ജീവൻ്റെ ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പറയും നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു പേടി വയ്ക്കണം, ഒരു ടെറർ ഫീലിംഗ് അവൾക്ക്. അടുത്ത സൈഡിൽ നമ്മുടെ യോജി ഇങ്ങനെ ഫ്ലൈറ്റിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു അറ്റൻഡർ എയർ ഹോസ്റ്റേഴ്സ് ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഒരു മാല, ഒത്തൻറ്റിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാല. ഇവർ പരസ്യം ചെയ്യുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ പരസ്യം ചെയ്യും, ഒത്തൻറ്റിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാല. അപ്പോഴാണ് അവനിങ്ങനെ ഓർക്കുക നമ്മുടെ പണ്ട് ഇവർ ഇത് ക്യാമ്പിന് പോയപ്പോൾ നമ്മുടെ ജീവൻ പറയുന്നുണ്ടല്ലോ പാക്മിൻ ജങ്സിന് വാങ്ങിക്കൊടുത്ത മാലേനെ പറ്റിയിട്ട്. പിന്നെ അടുത്ത സീനിൽ കാണാം നമ്മുടെ ജീവൻ എന്ത് ചെയ്യും എല്ലാ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ. സീനിൽ കാണാം ഇത്രയും എക്സ്പെൻസീവ് ഗിഫ്റ്റിൻ്റെ നടുവിലിരുന്ന് കിളിപ്പോയ നമ്മുടെ പാക്മിനെ. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട് ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ വാങ്ങാൻ തോന്നും. അപ്പോൾ അവളിങ്ങനെ കോഫി ഇങ്ങനെ ഓർഡർ ചെയ്യായിരിക്കും. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കും ഫ്യൂച്ചറിൽ ഇവനിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അമ്മനെ കാണാൻ പോകുമ്പോൾ നീ ആ ചീപ്പ് ക്ലോത്ത്സാണ് ഇടണേ, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സ്റ്റാൻഡേർഡാണ്, നീ നല്ല എക്സ്പെൻസീവ് ക്ലോത്ത്സ് ഇടണമെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ടൊക്കെ വാങ്ങിപ്പിക്കും. എന്നിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ട് ഇവനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ എന്താ പറയുക എനിക്കിങ്ങനെ അവന് പൈസ ചിലവാക്കാൻ ആഗ്രഹമില്ല, പക്ഷേ ഇവൻ എനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും വേണ്ടി ഇത് ചെയ്യും. അടുത്തതിൽ കാണാം നമ്മുടെ ജീവൂൺ ഇങ്ങനെ പറയുന്നുണ്ട് നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ, ഇപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഫാമിലിക്ക് എതിരെ ഒപ്പത്തിന് മാച്ച് ആയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ ആന്നറിയും. അപ്പോൾ അവൻ പറയും ആക്ച്വലി ശരിക്കുള്ള പെണ്ണിന് നല്ല റൈറ്റ് മാനെ മീറ്റ് ചെയ്യണം. അപ്പോൾ അവൾ അതേ നല്ല കിക്കി എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ജീവോണ് നമ്മുടെ ഷെഫ് ഉണ്ടല്ലോ അവൻ വിളിക്കും. അപ്പോൾ ഇവൻ തട്ടി കയറി എടുത്തിട്ട് പറയും നീ അവൻ്റെ ഫ്രണ്ടല്ലേ, ഇവൾ ഒരുപാട് നിന്നെ പറ്റി പറയാറുണ്ട്, ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഷെഫ് ചോദിക്കുന്നുണ്ട് എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റുന്ന നോക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യും നൈസായിട്ട് വിഷയം മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയും എനിക്കും ജീവോണും എൻഗേജ്മെൻറ്റ് ഡിന്നർ ഉണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി മീറ്റ് ചെയ്യാണ്. അവൻ പറയും നീ വലിയ ഷെഫല്ലേ, അപ്പോൾ നിനക്ക് വലിയ ഡിസ്കൗണ്ടൊക്കെ തരാൻ പറ്റുമോ നല്ല ഒരു റെസ്റ്റോറൻറ്റിൽ എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും നൈസായിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കും നീയും അവൻ ഇത്രയും ക്ലോസ് ആണോ എന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടും. പിന്നെ കാണാം നമ്മുടെ ഷെഫ് ഉണ്ടല്ലോ റൗഡി ഗേൾസ് ആയിട്ട് ഇങ്ങനെ വർത്താനം പറയാണ്. അപ്പോൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് റൗഡി ഗേൾസ് ചോദിക്കും എന്ത് പറ്റി നിനക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവളോട് സംസാരിക്കാൻ പറ്റില്ല, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും ഇല്ല ഞാൻ നെക്സ്റ്റ് ടൈം അവളോട് ചോദിക്കാമെന്ന് പറയും. അപ്പോൾ ശരിക്കും എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും റൂഡായിട്ട് അവളോട് ബിഹേവ് ചെയ്തുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അവളോട് സോറി പറയണം. എന്നിട്ട് ആ റൗഡി പെണ്ണ് പറയുന്നുണ്ട് ആ ജങ്സു പറഞ്ഞത് വിശ്വസിച്ചതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അബദ്ധം എന്നൊക്കെ പറയും. പിന്നെ കാണാം നമ്മുടെ ജീവൻ അപ്പോഴേക്കും വിളിക്കട്ടെ ഷെഫിനെ. അപ്പോൾ ഷെഫ് ഇങ്ങനെ പറയും എന്താ പറയുക കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ വെഡ്ഡിങ്, പിന്നെ നിൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞത് ഞാൻ എന്താണെങ്കിലും നോക്കാം. അപ്പോൾ ഇവൾ പറയും അതൊന്നും വിട്, അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ എൻ്റെ ഫസ്റ്റ് ലവ് ആണ്, അതുകൊണ്ട് ഞാൻ നിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്നെ ട്രീറ്റ് ചെയ്യുമെന്ന് പറയും. അടുത്ത സീനിൽ കാണാം നമ്മുടെ യുജി ഒരു ആശുപത്രിയുടെ ഡോറ് തുറന്ന് വരുന്നത് നമ്മുടെ അപ്പൂപ്പൻ എന്തോ കാര്യത്തിന് അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ അപ്പൂപ്പൻ ചോദിക്കും എന്തായി ജപ്പാനിൽ പോയിട്ട് നോക്കുമ്പോൾ അവൻ പറയും യുറയല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തെന്ന് പറയും. അപ്പം നമ്മുടെ അപ്പൂപ്പൻ നൈസായിട്ട് പറയുന്നുണ്ട് അവളെപ്പോലെ വേറൊരാളുമില്ല, അവൾ 100 ഇരട്ടി ഭേദമാണ് ആ ജീവനേക്കാളും. അപ്പം നമ്മുടെ യുജി പറയുന്നുണ്ട് അച്ചാച്ച അവളെ വെറുതെ വിട്, അവൾക്ക് ഞാനായിട്ട് ഒരു ബന്ധവും ഒന്നുമില്ല. അപ്പം അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. യുജി പറയും അത് എൻ്റെ ഫീലിങ്സ് ആണെന്ന് പറയുമ്പോൾ അച്ചാച്ചൻ പറഞ്ഞിട്ട് എടാ പൊട്ട, നീ ആണെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെയാണ് പ്രേമിക്കുന്നത്, അതും പോരാഞ്ഞിട്ട് എല്ലാം നിൻ്റെ വില്ല ഉപയോഗിച്ചു പ്രൊപ്പോസലിന് വേണ്ടിയിട്ട്, പിന്നെ ഡ്രോൺ പറത്തി നിൻ്റെ പൈസ വെച്ചിട്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ ആ പ്രൊപ്പോസൽ പരിപാടിയൊക്കെ ഇവൻ്റെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ കുറേ ഉപദേശിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെ ആലോചിക്കും, അവൻ മരിക്കുന്നതും അവൻ്റെ ഫ്യൂണറൽ ചടങ്ങിന്. അപ്പോൾ അവന് മനസ്സിലാവും അവൻ്റെ ഫാമിലി ഒരുപാട് കരഞ്ഞു എന്ന്. അപ്പോൾ ഈ അപ്പാപ്പൻ്റെ കൈ അവനങ്ങ് പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അപ്പാപ്പനോട് ഒരു സോറിയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അടുത്ത സീനിൽ കാണാൻ നമ്മുടെ യൂജി ഇങ്ങനെ കാറിലിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജീവൻ്റെ മുമ്പിൽ. അപ്പോൾ അവൻ ആ നെക്ലേസ് അവൾക്ക് വാങ്ങിയിട്ടുണ്ട്. അവനതിങ്ങനെ എടുത്ത് ആലോചിച്ച് നോക്കും. പെട്ടെന്ന് ജീവൻ വന്ന് ക്ലാസ്സിൽ തട്ടുമ്പോൾ അവൻ അത് ഒളിപ്പിച്ചേക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജീവൻ കാറിൽ കയറിയിട്ട് ചോദിക്കും, നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നമ്മുടെ കമ്പനി വേറെ ഹൗസിൽ എന്ന് പറയുമ്പോൾ അവളിങ്ങനെ നോക്കുമ്പോൾ അവൻ പറയും അതെന്തായാലും പറഞ്ഞെന്നോണെയാണെന്ന് പറയും. എന്നിട്ട് അവൻ പറയും ഞാൻ വന്നത് എനിക്ക് നിന്നെ മിസ് ചെയ്തുകൊണ്ടാണെന്ന് പറയും. മൂടോട്ടായിരിക്കുമ്പോൾ നമ്മുടെ ജീവൻ ചോദിക്കും എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും നീ ചോദിച്ചത് ഓർമ്മയുണ്ടോ എനിക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന്. എന്നിട്ട് യൂജി പറയും ആക്ച്വലി ഞാൻ ഇതിനെപ്പറ്റിയൊന്നും മുമ്പ് ആലോചിച്ചിട്ടില്ല, കാരണം എൻ്റെ ലൈഫെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത പോലെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവൻ പറയും പക്ഷെ നിനക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, എന്താണ് ആ ഉറച്ച മണ്ണ്, ജീവൻ്റെ താങ്ങും തണലുമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പറയും എനിക്കതിന് ചെയ്യാൻ പറ്റും തോന്നണില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവൻ പറയും ഞാനും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്കൊന്നും അറിയായിരുന്നു എന്താ ചെയ്യേണ്ടത്, പൈസ എങ്ങനെ ഉണ്ടാക്കും. പിന്നെ സുമിനി പാക്മിനെ കാണുമ്പോൾ ദേഷ്യം വരായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തോ കുറേ ഫുഡ് എടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒറ്റ എറിയൽ. ആ ഒരു ആക്സിഡൻറ്റ് ഓർമ്മയുണ്ടോ? അപ്പോൾ അതിന് ശേഷം എനിക്ക് ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വരാൻ തുടങ്ങി. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ യൂജി ഇങ്ങനെ അവളുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കും കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറയും ഞാൻ എൻ്റെ കൈ പിടിച്ചോട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവൻ ഫൈനലി അവൻ്റെ കൈ ഇങ്ങനെ പിടിക്കും. അപ്പോൾ രണ്ടുപേരും ഇമോഷണലി സന്തോഷിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയും പെട്ടെന്ന് തന്നെ അവരെന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് നീ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറയും. അടുത്ത സീൻ എന്താണ്, നമ്മുടെ ജങ്സ് ഉണ്ടല്ലോ പാക്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ വന്നിട്ട് അവനിങ്ങനെ വിളിക്കും. അവൻ പേടിച്ച് ഓടി വരും. എന്നിട്ട് ഇവളിങ്ങനെ പറയും എന്താ നീ പേടിച്ച് പോയോ, നീ പേടിക്കണ്ട എനിക്കറിയാം നീ എൻ്റെയാണ്. എന്നിട്ട് പറയും നിനക്ക് എന്താണ് ലേറ്റ് ആയല്ലോ, നീ പോയിട്ട് ജീവോണൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യിപ്പിക്കാൻ പറയും. അടുത്ത സീനിൽ എന്താണ്, നമ്മുടെ ഇവർ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ മീറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ജീവനൊരു എൻട്രി ഉണ്ട്, നല്ല അടിപൊളി സ്റ്റൈൽ ആൻഡ് ലുക്കിൽ കേട്ടോ. ഇവളെ കണ്ടിട്ട് നമ്മുടെ അച്ഛനും അമ്മയും പാക്മിനിങ്ങനെ വാ പൊളിച്ചിരിക്കും. എന്നിട്ട് ഇവളിങ്ങനെ അടുത്ത് വന്നിട്ട് ഓ ആൻറ്റി നിങ്ങളോ. നമ്മുടെ അമ്മച്ചി ഇങ്ങനെ ചോദിക്കും ഞാൻ കേട്ടത് നിൻ്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് പണ്ടേ മരിച്ചു പോയതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡിസിപ്ലിൻ കുറവല്ലേ. അപ്പോൾ അവൾ പറയും അല്ല എൻ്റെ അച്ഛൻ മരിച്ചത് 23 വയസ്സിലാണ്, അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഡിസിപ്ലിൻ ഉണ്ട്. എന്നിട്ട് ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട് ആക്ച്വലി എൻ്റെ അമ്മ 14ാമത്തെ വയസ്സിൽ ഒരു അഫെയർ ഉണ്ടായിട്ട് ഓടിപ്പോയതാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് കുറവുണ്ട്. അമ്മ നമ്മുടെ ചെക്കനും അമ്മയും ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പാക്കയും പറയുന്നുണ്ട് അമ്മ ഇവള് നല്ല അടിപൊളിയാണ്, അമ്മനെ ഇനി പണിയൊന്നും എടുപ്പിക്കില്ല. എന്നിട്ട് ഇവനിങ്ങനെ ചോദിക്കും നീ എന്നിട്ട് ഇങ്ങനെ ഐലിനിയറും ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ച് ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പം അമ്മ ചോദിക്കും നീയാണ് ഈ ഡ്രസ്സൊക്കെ വാങ്ങിയത്? ജീവൻ പറയും ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടിമുടി സാധനങ്ങൾ അവനെ വാങ്ങി തന്നത്. അവനങ്ങനെ രൂക്ഷമായി നോക്കി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാം ഒരു എഗ്രിമെൻറ്റിൽ ഇവൻ യൂജിന്ന് സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാനേജർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെറ്റിനെ പൂച്ചനെ ഇവൻ ആർക്കോ കെയർ ചെയ്യാൻ കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ മാനേജർ ചോദിക്കും നീ എവിടേക്കെങ്കിലും പോവാണോ, എന്തിനാണ് ഇവൻ ഇങ്ങനെ കെയർ ചെയ്യാൻ കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും ആർക്കെന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ലല്ലോ. അവരോട് പറയുന്നത് എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം. അടുത്ത സീനിൽ കാണാം ഇവൻ വാങ്ങിയ നെക്ലേസ് അവനിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ വിചാരിക്കും അവൾ നല്ലപോലെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണു. പിന്നെന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ റെസ്റ്റോറൻറ്റിലേക്കും അമ്മച്ചി ഇങ്ങനെ പറയും ആക്ച്വലി എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഞാൻ എന്നെ പഠിപ്പിക്കാൻ റെഡിയാണ്, നീ അത് പഠിക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഓഫ് കോഴ്സ് മമ്മി. എന്നിട്ടുള്ള സദാചാര വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. പെണ്ണുങ്ങൾ വീട്ടിൽ ഭർത്താവിനെ നോക്കണം, കുക്ക് ചെയ്യണം, അവനെ ഫീഡ് ചെയ്യണം, ആണുങ്ങളെ കിച്ചണിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കും. പറയും നീ കുട്ടികളെ നോക്കണം, ഭർത്താവിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചി പറയും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നീ വർക്ക് ചെയ്യാൻ ഞാനെതിരല്ല, നീ എന്താണെങ്കിലും വർക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ചോദിക്കും ഞാൻ എന്തിനാ വർക്ക് ചെയ്യണം അമ്മ? അപ്പോൾ പാക്മിൻ ചോദിക്കും നീ റിസൈൻ ചെയ്യാൻ പോകണോ? അപ്പോൾ ഇവള് പറയും ഞാൻ റിസൈൻ ചെയ്യാൻ പ്ലാനൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ നിങ്ങളുടെ അമ്മ പറയണത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികളെ നോക്കാൻ എന്ത് പാടാ, നീ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ നിന്ന് കളിച്ചിരിക്കുകയാണെന്ന് നോക്കുമ്പോൾ പറയും കളിക്ക്, നിങ്ങളെ ട്രീറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ ചെക്കനെ ഒന്ന് ഫീഡ് ചെയ്യണം, കുട്ടികളെ നോക്കണം, ഇതൊക്കെ വെറും കുട്ടിക്കളിയാണെന്നാണ് അമ്മ വിചാരിച്ചത്. എന്നിട്ട് ഈ അമ്മച്ചി ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക സ്ത്രീകളെ ഇങ്ങനെ താഴ്ത്തി കെട്ടി പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ മരിച്ച എൻ്റെ ഫ്യൂണറൽ ചടങ്ങുകളോ കസ്റ്റംസോ ഒന്നും പെണ്ണുങ്ങളെല്ലാം നോക്കുക, അതുകൊണ്ടാണ് എല്ലാവർക്കും ആൺകുട്ടികളെ വേണ്ടത്, പെൺകുട്ടികളെ ആർക്കും വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത്ര നേരം അമ്മ എന്ന് വിളിച്ചിരുന്ന അവൾ പെട്ടെന്ന് അങ്ങോട്ട് അവളുടെ ഒരു മൂഡ് ചേഞ്ച് വരുന്നുണ്ട്. എന്നിട്ട് പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ ഒരു റെസ്പെക്റ്റ് എടുത്ത് കളഞ്ഞു. എന്നിട്ട് ചോദിക്കും നിങ്ങൾ ജഡ്ജാണോ, എൻ്റെ അച്ഛനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അപ്പോൾ എല്ലാവരും ഇവിടെ ചീത്ത പറയുന്നുണ്ട്. ഇവൾക്ക് ദേഷ്യം വന്നിട്ട് ഇവിടെ എന്നിട്ട് പറയും ഈ കല്യാണം ഞാനിവിടെ വേണ്ടാന്ന് വെക്കാണ്. പിന്നെ പറയും നിങ്ങളുടെ മകൻ അത്ര വലിയ ക്യാമനൊന്നുമല്ല, ഏതൊരു അച്ഛനും സ്വന്തം മക്കൾ പ്രഷ്യസ് തന്നെയാണ്, അത് ആണായാലും പെണ്ണായാലും. എന്നിട്ട് അവൾ പറയും ശ്രദ്ധിച്ച് നിൽക്ക്, നിങ്ങളല്ല
ഞാനാണ് ഈ കല്യാണം വേണ്ടാന്ന് നിൽക്കണേ. എന്നിട്ട് അവൾ നല്ലിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരും. അപ്പം നമ്മുടെ പാഗ്മിൻ പിന്നാലെ ഓടുന്നുണ്ട്. ചോദിക്കും നീ എന്താ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും നിനക്ക് മനസ്സിലായില്ല, ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ്, നീ തമാശ പറയാണോ? അപ്പോൾ പറയും എനിക്ക് നിന്നെ മുഖം ഇനി കാണേ വേണ്ട. കാരണം അവൾ നടക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, അവളെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ നിന്ന് പിടിച്ചു പോയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ UG പഠിപ്പിച്ചു കൊടുത്ത ജൂഡോ മൂവ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവൻ അങ്ങോട്ട് മലർത്തി ഒറ്റ അടിയാണ്. ഇതാണെങ്കിലും അച്ഛനും അമ്മയും ഷെഫും എല്ലാവരും കാണുന്നുണ്ട്. ഓഹ്, നമ്മുടെ ജീവനൊരു ചിരി ചിരിക്കുന്നുണ്ട്. ഓഹ്, അടിപൊളി സീൻ. ആ സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഞാൻ നാളെ തന്നെ വരാം അടുത്ത എപ്പിസോഡിൽ. മക്കളെ, നല്ല അടിപൊളി സീൻസാണ്. നമ്മുടെ യുജിയും ജീവനും പ്രണയം പൂവിട്ട് തുടങ്ങുന്നതാണ്. കാര്യമായിട്ട് തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.